ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളെന്ന വിശേഷണം മാവേലിക്കരയിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് CA അരുൺകുമാറിനാണ്. അരുൺകുമാർ തൻ്റെ ജീവിതവും കാഴ്ചപ്പാടും പങ്കുവെക്കും. വർഷത്തിലധികമായിട്ടൊരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് എന്നുള്ളതിൽ താങ്കൾ അഭിമാനിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആ വായന, പുസ്തക ഇഷ്ടം, ഇതൊക്കെ എങ്ങനെ രൂപപ്പെട്ടു? എൻ്റെ വീടിൻ്റെ കുടുംബ വീടിനോട് ചേർന്നാണ് പ്രൊഫസർ ഗുപ്തൻ നായർ സാറിൻ്റെ തറവാട്. അദ്ദേഹം കൊടുത്ത ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് ആ നാട്ടിൽ 1949 ചെറുപ്പക്കാർ ചേർന്നിരുന്ന് യുവജന സംഘടനാ ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ചെറുപ്പം വന്നപ്പോൾ, എൻ്റെ കുട്ടിക്കാലം വന്നപ്പോൾ അതിൻ്റെ മുമ്പിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കാണിക്കും. അവിടെ ഇങ്ങനെ കയറുമ്പോൾ ആ കൂടിയിരിക്കുന്ന ബുക്കിൻ്റെ ഒരു മണം, അതാണ് ആദ്യം എന്നെ ആകർഷിച്ചത്. അപ്പം ആ ഒരു ഗ്രന്ഥപ്പുരയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ ആ ബുക്കുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടം തോന്നി. ആദ്യം അതിൻ്റെ കവർ പേജുകളൊക്കെ എടുത്ത് പടങ്ങളായിരുന്നു കാണാൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് നമ്മളെന്താ പറയുന്നത്, പെയ്യെ വായിക്കണം തോന്നി. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ ലൈബ്രറി മാറി. അന്ന് ഈ വായനശാലയിൽ പോയി പുസ്തകമൊക്കെ തിരയുന്ന സമയത്ത് എന്ത് ജോലി കിട്ടണമെന്നൊക്കെയായിരുന്നു അന്നത്തെ തോന്നൽ, ആഗ്രഹം? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പറയായിരുന്നു, എനിക്കൊരു പട്ടാളക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. അത് അച്ഛൻ സൈന്യത്തിലായിരുന്നു? അങ്ങനെ ഉണ്ടാകാം, അച്ഛൻ പറഞ്ഞ കേട്ട കഥകളൊക്കെ കൊണ്ട് ഉണ്ടാകാം. പക്ഷേ അച്ഛനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ നടന്നത്, കേവലമായി 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഒന്നും പട്ടാളത്തിലേക്ക് പോകരുത്. ഒരു ഡിഗ്രിയൊക്കെ വാങ്ങിച്ചിട്ട് പട്ടാളത്തിലേക്ക് പോയാൽ നല്ല ഉദ്യോഗസ്ഥ റാങ്കിലുള്ള ജോലികൾ കിട്ടും, അല്ലെങ്കിൽ പൊതുവേ കഷ്ടപ്പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറിയ പ്രായത്തിൽ ആഗ്രഹം അതായിരുന്നു. പട്ടാളത്തിലേക്കുള്ള എന്തെങ്കിലും ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ സൈഡ് വെച്ച് വേണ്ടി ആ സ്റ്റൈലാണ്. എൻ്റെ സഹോദരിയും സഹോദര ഭർത്താവ് അവർ ആർമിയിലായിരുന്നു. അപ്പോൾ അവർ അവിടെ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ പോയൊരു ശ്രമമൊക്കെ നടത്തിയാണ്. ഈ നാടകത്തിൻ്റെ ഒരു വലിയ സുവർണ കാലഘട്ടത്തിൽ ബാലതാരമായിട്ട് അശ്വമേധത്തിൽ അഭിനയിച്ചുകൊണ്ടാണല്ലോ ചെറിയ പ്രായത്തിൽ വരുന്നത്. ഒരുപക്ഷെ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ തന്നെ അഭിനയിക്കാൻ അവസരം ഉണ്ടായി. ആ നാടക സ്വാധീനം ഇന്ന് സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ ആർട്ട് ഫോം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. അതിനെ എങ്ങനെ നോക്കുകയാണ്? നമ്മൾ പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആകമാനം വലിയ മാറ്റങ്ങളുണ്ട്. അവരെല്ലാം വേറൊരു സ്റ്റൈലിലേക്ക് മാറി. എനിക്ക് ഓർമ്മയുണ്ട്, ചെറിയ പ്രായമാണെങ്കിലും ഒരു ദിവസം 3 സ്റ്റേജുകളിൽ ഞങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേരം വെളുത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ സ്വാഭാവികമായി നാടകത്തിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ സൂര്യപ്രകാശത്തിൽ നാടകം കളിച്ച ചരിത്രം KPSCക്കുണ്ട്. എന്ന് വെച്ചാൽ അത്രമേൽ നാടകം ഉണ്ടായിരുന്നു എന്നാണ്. ഒരു ദിവസം 3 നാടകം കളിച്ചു എന്ന് പറഞ്ഞാൽ അത്രമേൽ നാടകം ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്ത കാലത്ത് ഇന്ന് നമ്മുടെ ആ കലാകാരന്മാരടക്കം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. കാര്യം എനിക്കൊന്ന് കോവിഡിന് ശേഷം ഏറ്റവും ഭീകരമായി അവരുടെയൊക്കെ ഒരു അവസ്ഥ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു, നമ്മുടെ എല്ലാം ഒരു കൾച്ചർ മാറിയിരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആ നടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ആവശ്യമായ സമയങ്ങളിൽ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതുതരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത് മറ്റ് ചില വലിയ നടന്മാരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ? എൻ്റെ മനസ്സിൽ പലപ്പോഴും ഒന്ന് എന്താ പറയുന്നത്, നമ്മുടെ നടക്കാതെ പോയ ഒരു ആഗ്രഹം, നല്ല പട്ടാളക്കാരനായിട്ടുള്ള ഒരു വേഷം. ഈ MP ആയാലും തെരഞ്ഞെടുപ്പിൽ താങ്കൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. MP ആയാലും ഈ ലൈബ്രറി സെക്രട്ടറി ആയിട്ട് തുടരുമോ? ഞാനിങ്ങനെയെല്ലാം ആയതിൽ ഒരു പങ്ക് വഹിച്ചത് ലൈബ്രറിയാണ്. നാളെ നമ്മൾ ആരായാലും ആ പ്രസ്ഥാനത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിൻ്റെ എല്ലാ ഉന്നമനത്തിന് വേണ്ടിയിട്ടും നമ്മൾ നിലകൊള്ളും. നമ്മൾ അതുകൊണ്ട് തന്നെ ലക്ഷ്യം വെക്കുന്ന 1-2 അധികം മേഖലകളുണ്ട്. നമ്മൾ നടന്നു വന്ന ചിലപ്പോൾ വളരെ ശ്രദ്ധ ആരും പതിപ്പിക്കാത്ത ചില മേഖലകൾ, ആ മേഖലകളെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം 100 പുതിയ പുസ്തകങ്ങൾ, ഒരുപാട് വരിക്കാർ, പുതിയ തലമുറ കൂടി ആ ലൈബ്രറിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, സന്തോഷം. ഓക്കെ.